In a shocking incident, a 23-year-old man has surrendered at the Ventura police station. A disturbing incident has come from the southern state of Kerala where 5 people were killed and then the accused walked into the police station. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ പോലീസ് കസ്റ്റഡിയിൽ. Great criminals are always great manipulators. So who is our accused? Who is Afan? ശാന്തനും നിരുപദ്രവകാരിയുമായ ഒരു ചെറുപ്പക്കാരൻ. സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പൽ എന്ന പുസ്തകത്തിൽ ഇറോസ് തെനറ്റോസ് എന്നിങ്ങനെ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന 2 പ്രതിഭാസങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇറോസ് എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അഭിലാഷമെന്നും തെനറ്റോസ് എന്നാൽ അതിന് നേർവിപരീതമായി മരണാഭിവാജ്ഞ എന്നും നമുക്ക് മനസ്സിലാക്കാം. തെനറ്റോസ് യവന പുരാണത്തിലെ മരണത്തിൻ്റെ ദേവനാണ്. ഓരോ മനുഷ്യനിലും ജീവിക്കാനുള്ള അഭിലാഷമെന്ന പോലെ മരിക്കാനുള്ള അഭിവാജ്ഞയും ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന് ഫ്രോയിഡ് നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ അഫാനിൽ ജീവിക്കാനുള്ള അഭിലാഷവും മരണാഭിവാജ്ഞയും സങ്കീർണമായ വിധത്തിൽ സമ്മേളിക്കുന്ന ഒരു ഘട്ടത്തെ മുൻനിർത്തി അഫാൻ്റെ നിഗൂഢവും ക്രൂരവുമായ മാനസികാവസ്ഥയെ നമുക്ക് അനാവരണം ചെയ്യാം. പൊതുരീതി എന്ന് പറഞ്ഞാൽ ആള് സൈലന്റ് ആണ്. എല്ലാ നാട്ടുകാർക്ക് ചോദിച്ചു, എന്റെ കൂടെ ചോദിച്ചില്ലെങ്കിലും നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒന്നും പറയാൻ മനസ്സിലാവും, അത്ര നല്ല പയ്യനാണ്. ഇല്ല, അങ്ങനെ അധികം കൂട്ടുകെട്ടായിട്ടൊന്നും നടക്കാറില്ല. വീട്ടിൽ തന്നെയാണ് എപ്പോഴും. ബൈക്കിൽ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പുറത്ത് പോവും, തിരിച്ചു വരും. അല്ലാതെ ഇവിടെ അങ്ങനെ അധികം പിള്ളേരുമായിട്ടൊന്നും കൂട്ടുകെട്ടൊന്നും പോകുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. എപ്പോഴും എവിടെ പോയാലും അവൻ്റെ ഉമ്മായും അനുജനും ഉണ്ടായിരുന്നു. ഈ അഫാൻ മുൻപും ആത്മഹത്യാ പ്രവണത നടത്തിയിട്ടുണ്ട് എന്നതാണ്. മുമ്പും കഴിച്ചത് എലിവിഷമാണ്. ഏകദേശം 8 വർഷത്തിനു മുമ്പ് വീട്ടിൽ വഴക്കിട്ട് ആ ഫോൺ വാങ്ങി നൽകിയില്ല എന്ന പേരിൽ എലിവിഷം കഴിച്ചിരുന്നു. അഫാൻ ആദ്യമായി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ്. അവൻ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ഫോൺ വാങ്ങി നൽകാത്തതിനാലാണ് അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. 10 മുതൽ 15 വയസ്സ് വരെയുള്ളൊരു പ്രായഘട്ടം എന്ന് പറയുന്നത് അതിനെ നമ്മൾ അഡോളസൻസ് പീരീഡ് എന്നാണ് വിളിക്കുന്നത്. ഈ ഘട്ടത്തിൻ്റെ ഒരു സവിശേഷത, ഈ ഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വവും സ്വതന്ത്രമായ ഒരു അസ്തിത്വവും വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു അഭിലാഷം രൂപപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതിനാൽ തന്നെ താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം തനിക്കുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനായി പല രൂപത്തിലുള്ള കലഹങ്ങൾ ഇവർ സൃഷ്ടിക്കും. അഡോളസൻസ് റെബലിയൻ എന്ന് നാം ഇവയെ പൊതുവായി വിളിക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന പല സാധനങ്ങളും, അത് ഫോണോ വാഹനമോ എന്തും ആവാം, അവയെ നമ്മൾ ആഗ്രഹിക്കുന്നത് പലപ്പോഴും അവയുടെ ഉപയോഗ സാധ്യതയെ, അതിൻ്റെ ആ ഒരു പ്രസ്തുത സാധ്യതയെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല, മറിച്ച് നാം ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക സംഘവുമായി ബന്ധപ്പെടാനും പ്രസ്തുത സംഘത്തിൻ്റെ ഭാഗമാവാനുമുള്ള ഒരു ഉപാധി എന്നർത്ഥത്തിൽ കൂടിയാണ്. ഒരു സംഘത്തിൻ്റെ ഭാഗമാകാനുള്ള ശ്രമം ജീവിക്കാനുള്ള അഭിലാഷത്തിൻ്റെ, ഇറോസിൻ്റെ ഭാഗമാണ്. കാരണം മനുഷ്യൻ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ തൻ്റെ വ്യക്തിത്വം സമൂഹത്താൽ അംഗീകരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നു. അത് സ്വാഭാവികമാണ്, അത് അനിവാര്യവുമാണ്. എന്നാൽ പ്രസ്തുത സാമൂഹിക ഗ്രൂപ്പുമായി സംവദിക്കാനുള്ള ഉപാധിയായി അവർ മനസ്സിലാക്കുന്ന ഉപകരണത്തെ അല്ലെങ്കിൽ ഉപകരണങ്ങളെ നിഷേധിക്കുന്നതോടുകൂടി, അവയെ റദ്ദ് ചെയ്യുന്നതോടുകൂടി അവർ ആത്മഹത്യയിലേക്ക്, തെനറ്റോസിൻ്റെ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. തെനറ്റോസ് 2 തരത്തിലാണ് ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത്, ആന്തരികമായും ബാഹ്യമായും. തെനറ്റോസ് ആന്തരികമാകുമ്പോൾ അത് ആത്മഹത്യാ പ്രവണതയാവും, ബാഹ്യമാകുമ്പോൾ അത് കൊലപാതക പ്രവണതയാവും. 15-ാം വയസ്സിൽ അഫാൻ ഒരേ സമയം ജീവിക്കാനുള്ള അഭിലാഷവും മരണാഭിവാജ്ഞയും വളരെ സങ്കീർണമായ രൂപത്തിൽ ഒരേയിടത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ സവിശേഷമായി നാം കാണേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഒരു മൊബൈൽ ഫോൺ എന്നൊരു ഉപകരണത്തെ
മുൻനിർത്തിക്കൊണ്ട് ഒരാൾ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ സമൂഹത്തിൽ തൻ്റെ സ്ഥാനത്തെ നിർണ്ണയിക്കാൻ ശ്രമിക്കുന്നു എന്നതും പ്രസ്തുത ഉപകരണം നിഷേധിക്കപ്പെടുന്നതോടുകൂടി അവർക്ക് ജീവിക്കാനുള്ള താല്പര്യമില്ലാതായിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു മറുപടി ഒരാളുടെ മരണാഭിവാജ്ഞയെ ട്രിഗർ ചെയ്യുന്നു, ഒരു സ്ട്രെസ്സറായി മാറുന്ന വിധത്തിൽ ഒരു പ്രധാന സംവർഗമായി കാറ്റഗറിയായി നോ എന്ന പ്രതികരണം മാറുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും നാം സവിശേഷമായി പരിഗണിക്കേണ്ട വിഷയമാണ്. ഒന്ന്, കമ്പോളത്തിൽ വില കൊടുത്തു വാങ്ങാൻ സാധിക്കുന്ന ഉപകരണങ്ങൾ സ്വന്തമാക്കുകയാണ് തൻ്റെ വ്യക്തിത്വത്തെ നിർണയിക്കുകയും രൂപീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം എന്ന് കരുതുന്ന അനവധി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ബോധ്യങ്ങൾ കേവലമോ സ്വാഭാവികമോ അല്ല, മറിച്ച് നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ കമ്പോളം വളരെ ആസൂത്രണത്തോടെയും വലിയ പ്രചാരണത്തിലൂടെയും നിർമ്മിച്ചെടുത്തൊരു മാർക്കറ്റ് ലോജിക്ക് കൂടിയാണത്, ഒരു കമ്പോള യുക്തി കൂടിയാണത്. ഒരു വ്യക്തി എന്നാൽ ഒരു ഉപഭോക്താവാണെന്നും അതിനാൽ തന്നെ നല്ലൊരു വ്യക്തി നല്ലൊരു ഉപഭോക്താവാണെന്നും നല്ല ഒരു ഉപഭോക്താവ് എന്നാൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശേഷിയുള്ള വ്യക്തിയാണെന്നും മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ് പ്രസ്തുത മാർക്കറ്റ് ലോജിക്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കൂടിയും സമ്പത്ത് അപ്രകാരമല്ല പ്രവർത്തിക്കുന്നതെന്നത് മൗലികമായൊരു വസ്തുതയാണ്. ആ ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം അതിവിശാലമായ കമ്പോളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള വാങ്ങൽ ശേഷി, പർച്ചേസിങ് കപ്പാസിറ്റി മുഴുവൻ മനുഷ്യർക്കും ഉണ്ടായിരിക്കില്ല. കാരണം നമ്മുടെ ഒരു സാമ്പത്തിക രംഗം അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമ്പത്തിക സിസ്റ്റം എന്നുള്ളത് അതിൻ്റെ ക്രമീകരണവും പുനഃക്രമീകരണവും വിതരണവും അപ്രകാരമല്ല നിലനിൽക്കുന്നത്. അതൊരു സുവ്യക്തമായ വസ്തുതയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഉൽപ്പന്നം വാങ്ങാനുള്ള ആവശ്യത്തോട് പ്രതികൂലമായൊരു മറുപടി ലഭിക്കുന്നത് ആത്മഹത്യ ചെയ്യാനുള്ളൊരു പ്രേരണയായി സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ച അറിവില്ലായ്മയുടെ ഒരു കാരണം കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല, മറിച്ച് പ്രതികൂലമായ മറുപടികൾ അസാമാന്യവും അസാധാരണമായതുകൊണ്ടുകൂടിയാണ്. അതിനാൽ തന്നെ സമൂഹത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ ധാരണകളും അതേസമയം തന്നെ മാനസിക വികാസവും പര്യാപ്തതയും ഇവിടെ അനിവാര്യമാണ്. പ്രസ്തുത ധാരണകളുടെയും മാനസിക ശേഷിയുടെയും അപര്യാപ്തത നമുക്ക് അഫാനിൽ കാണാം. മറ്റൊന്ന്, അഫാൻ സാമൂഹിക ബന്ധങ്ങൾ തീരെ ഇല്ലാതിരുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിൻ്റെ നൈബേഴ്സ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അയൽക്കാരും ചുറ്റുവട്ടം നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്. സാമൂഹിക ബന്ധത്തിൻ്റെ അഭാവം സൃഷ്ടിക്കുന്ന സാമൂഹിക ജീവിതാവസ്ഥകളെക്കുറിച്ചുള്ള അത്തരം അനുഭവങ്ങളുടെ അഭാവം തീർച്ചയായും ഒരു പ്രശ്നമാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം സമൂഹത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു ജീവിതത്തിൻ്റെ അനവധി ഘടകങ്ങളെക്കുറിച്ചുള്ള ജീവിതാനുഭവങ്ങളുടെയും ചിന്തകളുടെയും അഭാവത്തെ മറികടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന അറിവുകളിലൂടെയാണ്. അതിൽ തന്നെ പ്രധാനം ഇൻസ്റ്റഗ്രാം പോലുള്ള എൻ്റർടൈൻമെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയകളാണ്. ഇത്തരം സോഷ്യൽ മീഡിയകളുടെ ഒരു പൊതുവായ പ്രവർത്തന രീതി എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിഗതമായ താല്പര്യങ്ങളെ നമ്മുടെ സെർച്ചുകളുടെയും മറ്റ് പലതിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദമായി നിരീക്ഷിച്ചുകൊണ്ട് അവയെ വിശദമായി പരിശോധിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം ആസ്വദിക്കുന്നതും നമ്മിൽ താല്പര്യം ജനിപ്പിക്കുന്നതുമായ വിഷയങ്ങളെ അതുമാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നൊരു മെക്കാനിസമാണ് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ബോധ്യങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഒരേ ഒരു ഉപാധിയായി ഇത്തരം പ്ലാറ്റ്ഫോമുകൾ മാറുമ്പോൾ ഹൈലി പ്ലഷർ ഓറിയൻറ്റഡ് ആയ കളർഫുൾ ആൻഡ് സംവാട്ട് സിമിലർ ടു എ ഫെയറി ടെയിൽ ആയ ഒരു ജീവിതം സാധ്യമാണെന്ന് ഒരാൾ വിശ്വസിക്കുകയും അതിന് പുറത്തുള്ള നമ്മുടെ നാടിനെക്കുറിച്ച് പറഞ്ഞാൽ ഹൈലി റേസിസ്റ്റായ, കാസ്റ്റിസ്റ്റായ, കറപ്റ്റഡായ, ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും ഭാഷയുടെയും ലിംഗത്തിൻ്റെയും പേരിലുള്ള വിവേചനങ്ങൾ സാർവത്രികവും സ്വാഭാവികവുമായ സാമ്പത്തിക നീതിയോ സാമൂഹിക നീതിയോ രാഷ്ട്രീയ വിദ്യാഭ്യാസമോ സാധ്യമായിട്ടില്ലാത്ത ഒരു സമൂഹത്തിൽ അതിജീവനം സാധ്യമല്ലാത്തൊരു സാഹചര്യം അത് സൃഷ്ടിക്കുന്നുണ്ട്, ഇത്തരം നോളജ് കൺസെപ്ഷൻസ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ
വിഷയത്തെ സംഗ്രഹിക്കുകയാണ്, റീക്യാപ്പിച്ചുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അഫ്ഫാൻ അഡോളസെൻ്റ് ആൻഡ് പോസ്റ്റ് അഡോളസെൻ്റ് റെബലിയൻ സിംറ്റംസ് കാണിച്ചിരുന്ന ആഡംബര ജീവിതം ആഗ്രഹിക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെ ജീവിക്കുകയും ചെയ്തിരുന്ന, സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ അറിയാതെ ജീവിച്ച അനേക കോടി മനുഷ്യരിൽ ഒരാൾ മാത്രമാണ്. അത് സവിശേഷമായൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. പ്രസ്തുത മാനസികാവസ്ഥയാണ് അതുവരെ യാതൊരു തരത്തിലുള്ള ക്രൈം ഹിസ്റ്ററിയും ഇല്ലാത്ത, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലാത്ത, നിരുപദ്രവകാരി എന്ന് അയൽക്കാരും നാട്ടുകാരും വിശ്വസിച്ചിരുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവാവിനെ ആരെയും ഭയപ്പെടുത്താൻ മാത്രം ശേഷിയുള്ള, ഇത്രയും ഭീകരമായ ക്രൂരമായ കൂട്ടക്കൊല നടത്താൻ പ്രാപ്തനാക്കിയത്. ബിക്കോസ് എ സ്മാർട്ട് പേഴ്സൺ is supposed to be a Machiavellian according to the social media logic. ഏതൊരു മനുഷ്യനെയും ഉപയോഗിക്കാനും തൻ്റെ ആവശ്യത്തിന് വേണ്ടി ചൂഷണം ചെയ്യാനുമുള്ള ശേഷി, അതാണ് നിങ്ങളെ സമർത്ഥനും ജീവിത വിജയം കൈവരിക്കാൻ പര്യാപ്തനുമാക്കുന്നത് എന്ന് ഈ ലോകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂല്യങ്ങളും ആദർശവും എല്ലാം വിഡ്ഢികളുടെയും പരാജിതരുടെയും അഭയകേന്ദ്രമാണെന്ന് നിരന്തരം പഠിപ്പിക്കുന്ന അനേകം റീലുകൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നിങ്ങൾക്കത് കാണാം. അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർ മാക്കിയവല്ലി ആവാനും ചാണക്യനാവാനും മത്സരിക്കുക തന്നെ ചെയ്യും. ഐ റിപ്പീറ്റ്, evil is unspectacular and always human and shares our bread and eats at our table. അഫ്ഫാൻ നടത്തിയതൊരു കൊലപാതകമല്ല, മറിച്ചൊരു കൊലപാതക പരമ്പരയാണ്. A spree killing. But most importantly, he is not a spree killer, but a blitz attacker. സാധാരണഗതിയിൽ അപ്രതീക്ഷിതമായ ഏതാക്രമണത്തെയും ബ്ലിറ്റ്സ് അറ്റാക്ക് എന്ന് പറയാറുണ്ട്. എന്നാൽ ക്രിമിനോളജിയിൽ ബ്ലിറ്റ്സ് അറ്റാക്കർ എന്നാൽ എ ക്രിമിനൽ ഹൂ റിസോർട്ട് ടു എക്സ്ട്രീം ഫോഴ്സ് ഓഫ് വയലൻസ് ഓൺ ദ വിക്ടിം ടു ഗെയിൻ അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ ദം. ഈ ഒരു രീതി സാധാരണഗതിയിൽ നാം കാണുന്നത് ഡിസോർഗനൈസ്ഡ് ആയ, ക്രമരഹിതമായി കൊല്ലുന്നവരിലാണ്. And theoretically, spree killers are highly organized. And more importantly, blitz attackers never attempt to hide or conceal the crime. The body usually remains where the crime occurred, just like in the case of Affan. That is the common modus operandi followed by blitz attackers. അതിനാൽ തന്നെ ക്രൈം സീനിൽ അവർ തിരുത്തലുകൾ വരുത്താറില്ല. കണക്കുകൾ പ്രകാരം ബ്ലിറ്റ്സ് അറ്റാക്കേഴ്സ് ആർ ഓൾമോസ്റ്റ് ഓൾവേസ് മെയിൽ. ഈ കണക്ക് ഇന്ത്യൻ സർക്കാരിൻ്റെ കണക്കല്ല, മറിച്ച് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഏജൻസികൾ പുറത്തുവിട്ട കണക്കുകളാണ്. 6 മണിക്കൂർ നീണ്ടു നിന്ന 5 കൊലപാതകങ്ങളാണ് അഫ്ഫാൻ എന്ന ക്രൂരനായ ചെറുപ്പക്കാരൻ നടത്തിയത്. സ്വന്തം സഹോദരനെ, 13 വയസ്സ് മാത്രമുള്ള സ്വന്തം സഹോദരനെ, പിതാവിൻ്റെ മാതാവിനെ, പിതാവിൻ്റെ സഹോദരനെയും അവരുടെ ഭാര്യയെയും, സ്വന്തം കാമുകിയെ. അഫ്ഫാൻ്റെ മാതാവ് വധശ്രമത്തിൽ നിന്ന് തല നാലിഴക്ക് രക്ഷപ്പെട്ട് എന്നാൽ ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. സാമ്പത്തികമായി സാമാന്യം മെച്ചപ്പെട്ട ശേഷി അഫ്ഫാൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നു. അഫ്ഫാൻ്റെ പിതാവ് ഗൾഫിൽ സാമാന്യം നല്ല രീതിയിൽ കച്ചവടം നടത്തിയിരുന്ന ആളുമായിരുന്നു. എന്നാൽ കോവിഡ് ഈ ഒരു സാഹചര്യത്തെ തകിടം മറിച്ചു. പിതാവ് സാമ്പത്തികമായി വലിയ കടക്കണിയിലാവുകയും നാട്ടിലേക്ക് വരാൻ പറ്റാതാവുകയും ചെയ്തു. അതേസമയം തന്നെ ഇവിടെ അഫ്ഫാനും മാതാവും വലിയ തോതിൽ പണം പലിശക്കും അല്ലാതെയും വാങ്ങുകയും അത് ചിലവാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണക്കുകൾ പ്രകാരം 65 ലക്ഷം രൂപ നാട്ടിൽ അഫ്ഫാനും മാതാവും ചേർന്ന് കടം വാങ്ങിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിഭീമമായ പലിശക്കായിരുന്നു ഇത്രയും പണം കടം വാങ്ങിയതെന്നും പ്രതിദിനം പലിശ അടക്കാൻ മാത്രം 10,000 രൂപയോളം വേണമെന്നും പ്രസ്തുത റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇത്രയും പണം ആവശ്യമായത് തന്നെ അഫ്ഫാൻ്റെയും കുടുംബത്തിൻ്റെയും ധാരാളിത്തം നിറഞ്ഞ ജീവിത രീതി നിലനിർത്താനാണെന്നും പ്രസ്തുത റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടുകൾ ആശ്രയിക്കുന്നത് പോലീസിനെയും അഫ്ഫാൻ്റെ ബന്ധുക്കളെയുമാണ്. ഏറ്റവും ഒടുവിൽ അഫ്ഫാൻ പോലീസിന് നൽകിയ മൊഴി പ്രകാരം മാതാവിൻ്റെ ദൂർത്തും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുമാണ് തൻ്റെ കുടുംബത്തെ വലിയ കടക്കണിയിലേക്ക് തള്ളിയിട്ടതെന്ന്, ഈ കടക്കണിയിൽ നിന്ന് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ മറ്റു വഴികളില്ലാത്തത് കൊണ്ടാണ് താൻ ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്നും അഫ്ഫാൻ പറയുന്നുണ്ട്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് അഫ്ഫാൻ പോലീസിന് കൊടുത്ത മൊഴിയാണ്. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാഥമികമായി വിശകലനം ചെയ്യേണ്ട കാര്യം ഒന്ന് ക്രൈം സീനാണ്. ഒരു ക്രൈം നടത്തിയ ആളുടെ മാനസികാവസ്ഥയെ, വ്യക്തിത്വത്തെ കുറിച്ച് അനവധി കാര്യങ്ങൾ സംസാരിക്കും.
അതിലാദ്യത്തേത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച രീതിയാണ്. ഹാമർ കൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് തലക്കടിച്ചിട്ടാണ് ഓരോരുത്തരെയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലപ്പെട്ട 5 പേരുടെയും മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചിതറപ്പെട്ട അവസ്ഥയിലാണ് കാണപ്പെട്ടത്. കേവലം കൊല്ലുക എന്നത് മാത്രമല്ല, മറിച്ച് തൻ്റെ ഒടുങ്ങാത്ത പകയാണ് അഫാൻ അവിടെ തീർത്തത്. 20 തവണയാണ് തൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ തലയിൽ അവൻ ആവർത്തിച്ചടിച്ചത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന മാതാവിൻ്റെ തലക്ക് 40 സ്റ്റിച്ചുണ്ട്. ഇത് അഫാൻ്റെ പകയുടെ ആഴത്തെ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് ക്രൈം സീനാണ്. ക്രൈം സീൻ ആൾട്ടർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്രൈം സീനിൽ ഇടപെട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ, ദാറ്റ്സ് എ സിഗ്നേച്ചർ. എ സിഗ്നേച്ചർ ഈസ് എ യുണീക്ക് ബ്ലെൻഡ് ഓഫ് മോഡസ് ഓപ്പറൻഡി ആൻഡ് റിച്വൽ. ക്രൈം സീനിൽ ഒരു കുറ്റവാളി, ഒരു കൊലപാതകി മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ അർത്ഥം അയാൾ താൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തിൽ ലവലേശം കുറ്റബോധം അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ ചെയ്തികൾ ന്യായമാണെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കൊലപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നവർ, അവർ പ്രസ്തുത കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം തന്നിൽ നിന്ന് തൻ്റെ ഇരകളുടെ മേലേക്ക് ഇടാൻ ശ്രമിക്കും. അതെപ്പോഴും അവർ സ്ഥിരമായി കാണിക്കുന്ന ഒരു പാറ്റേൺ കൂടിയാണത്. ഇവിടെ അഫാൻ മാതാവിനെയും സഹോദരനെയും കാമുകിയെയും വധിച്ചത് അവരെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണെന്ന് പറയുന്നുണ്ട്. കാമുകിയെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ല, മറിച്ച് താൻ മരിച്ചാൽ തൻ്റെ കാമുകി എല്ലാവരും കുറ്റപ്പെടുത്തുമെന്നും അതുകൊണ്ടാണ് അവരെ കൊല്ലുന്നതെന്നും പറയുന്നുണ്ട്. മാതാവിൻ്റെ സാമ്പത്തിക കാര്യങ്ങളുള്ള ആസൂത്രണരഹിതമായ നടപടികൾ കൊണ്ടാണ് തങ്ങളുടെ കുടുംബം കടക്കണിയിൽപ്പെട്ടതെന്നാണ് അവർ പറയുന്നത്. സോ നോ മോറൽ ബർഡൻ and blitz attackers as per the established precedents and experiences. They are disorganized and lack self-confidence. A person who lacks self-confidence will manipulate every possible events to portray themselves as heroes, and hence, as per them, legally they may be culprits, but ethically they are saviors who save the world and their beloved ones from suffering, and who punish those who deserve punishment, and most importantly at the cost of self-sacrifice. ഇവിടെ അഫാൻ തൻ്റെ പ്രവൃത്തികൾ നിയമപരമായി തെറ്റും ശിക്ഷാർഹവുമാണെന്ന് അറിയാത്ത ആളൊന്നുമല്ല. അത് അദ്ദേഹത്തിന് അറിയാം. അതങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ധാർമ്മികപരമായി താൻ തൻ്റെ ബന്ധുക്കളെയും കാമുകയും കൊലപ്പെടുത്തുന്നതിലൂടെ അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഒരിടത്തും സംസാരത്തിലോ ഭാവത്തിലോ ഭാഷയിലോ അദ്ദേഹം പ്രകടിപ്പിക്കാത്തത്.